ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മേടം ഒന്നാണ്, വൈകുന്നേരമാണ്. പക്ഷെ നല്ല വെയിലാണ് വൈകുന്നേരം ആണെങ്കിൽ പോലും. സാധാരണ മേടം ഒന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് വിഷുവാണ്, നാളെയാണ് ഇനി വിഷു. അപ്പം മേടം ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മളെ കർഷകരെ സംബന്ധിച്ച് നമ്മുടെ വിളവിൻ്റെ ഉത്സവമാണ്. മേടം ഒന്ന് വിഷു. അപ്പം വിഷു നാളെയാണ്. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ കുംഭത്തിലൊന്നും നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങൾ വെക്കാത്തവർ ഈ മേടപ്പത്തിനുള്ളിൽ വെക്കണം എന്നാണ് പഴമക്കാരൊക്കെ പറയുന്നത്. അപ്പം അതൊന്ന് ഓർമ്മിപ്പിക്കാനും, പിന്നെ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചീര എന്ന് പറഞ്ഞാൽ ഞാൻ ടെറസിൽ ചീര വെച്ചിട്ടുണ്ട്. ഒരു 5 ഗ്രോ ബാഗിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒരു ദിവസം അല്ല വെച്ചത്, പല ദിവസങ്ങളിലായിട്ടാണ് വെച്ചത്, എനിക്ക് എടുക്കാൻ ആവശ്യത്തിനുള്ള രീതിയിൽ. ഇത് നമ്മുടെ സാധാ ചീരയാണ്, നമ്മുടെ കൃഷിഭവനിൽ നിന്നൊക്കെ കിട്ടുന്ന ചീര വിത്തിൽ നിന്ന് തന്നെ നമ്മുടെ ടെറസിൽ നേരത്തെ നിന്നതിൽ നിന്ന് കിളുത്ത് വന്നിരിക്കുന്നതാണ്. നമ്മൾ മറ്റ് പച്ചക്കറിയൊക്കെ വെച്ചപ്പോഴത്തേക്കും അതിനിടയിൽ കിളുത്ത് വന്ന ചീരത്തൈകൾ ഞാൻ എടുത്ത് ഇങ്ങനെ മാറ്റി വെച്ചതാണ്. അപ്പം ഞാൻ ഇന്ന് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് നമ്മുടെ ചീരയിൽ പുള്ളിക്കുത്ത് രോഗം വരുന്ന ഒരു കാര്യത്തെപ്പറ്റി പറയാനാണ്. ഇപ്പം എൻ്റെ ചീരത്തൈയിൽ തന്നെ ഒരു ചീരയിൽ 2 ഇലയ്ക്ക് ചെറിയ രീതിയിൽ പുള്ളിക്കുത്ത് രോഗം വന്നു. അപ്പോൾ അത് ഞാൻ കളയാമെന്ന് വെച്ചപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങളോടും കൂടി ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പുള്ളിക്കുത്ത് രോഗം വരുന്നത് നമ്മുടെ ശ്രദ്ധയില്ലായ്മയിൽ നിന്ന് തന്നെയാണ് പുള്ളിക്കുത്ത് രോഗം വരുന്നത്. പ്രധാനമായിട്ടും പുള്ളിക്കുത്ത് രോഗം വരുന്നത് ഇപ്പം സാധാരണ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. മഴയൊക്കെ നമ്മൾ ചീര വെച്ച് നല്ല രീതിക്ക് ചീരത്തൈകൾ നിൽക്കുകയാണ്. പെട്ടെന്നൊരു മഴ, നമുക്കൊരു വേനൽ മഴ വന്നു. വേനൽ മഴ വന്നു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ, 2 ദിവസം അല്ല, പിറ്റേ ദിവസം തന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരു മഴ ഇന്ന് രാവിലെയാണ് പെയ്തെങ്കിൽ വൈകുന്നേരം തന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ചീരയുടെ ഇലയിൽ ചെറിയ രീതിക്ക് പുള്ളിക്കുത്ത് രോഗം വന്നിരിക്കുന്നത് നമുക്ക് കാണാം. ചീരത്തൈകളാണെങ്കിൽ പെട്ടെന്ന് വരും. എന്നാന്ന് വെച്ചാൽ നമ്മുടെ ചീരയുടെ അടിയിൽ മണ്ണ് മഴ പെയ്യുമ്പോൾ ആ വെള്ളത്തിൽ തെറിച്ച് മണ്ണ് നമ്മുടെ ചീരയുടെ ഇലകളിൽ വീഴുമ്പോഴത്തേക്കുമാണ് പ്രധാനമായിട്ടും പുള്ളിക്കുത്ത് രോഗം വരുന്നത്. സാധാരണഗതിയിൽ ആ ഒരു കാര്യം എനിക്ക് മനസ്സിലായതോടുകൂടി ഇപ്പം നമ്മൾ ഇപ്പം അടുത്ത് വേനൽ മഴകളൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ പറമ്പിലൊക്കെ വെച്ചിരിക്കുന്ന ചീരയാണെങ്കിൽ ഒന്നും നോക്കില്ല, രാവിലെ നമ്മളിപ്പോൾ ചിലരെന്നോട് ചോദിക്കും, ഇതന്നെ ഇന്നലെ രാത്രി ഇത്ര മഴ പെയ്തിട്ട് രാവിലെ ഈ ചീര നനക്കുന്നു, നിനക്ക് എന്നെ വല്ല പണിയില്ലേന്ന് ചോദിക്കും. പക്ഷേ ഞാൻ പണിയില്ലാഞ്ഞിട്ടല്ല അങ്ങനെ ചെയ്യുന്നത്. എന്നാന്ന് വെച്ചാൽ ആ തലേ ദിവസം പെയ്ത മഴയിൽ നമ്മുടെ ചീരയിൽ നിറച്ച് മണ്ണിരിക്കും. ആ മണ്ണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴുകി കളയുന്നതാണ്. പൈപ്പ് ഉപയോഗിച്ചതാണേലും വെള്ളം ഒഴിച്ചാണേലും ആ മണ്ണ് ഞാൻ കഴുകി കളഞ്ഞിരിക്കും. ഇല്ലെങ്കിൽ പുള്ളിക്കുത്ത് രോഗം പെട്ടെന്ന് വരും. ഇങ്ങനെ മഴ പെയ്താൽ തന്നെ പുള്ളിക്കുത്ത് രോഗം വരും കേട്ടോ. നമ്മൾ അത്ര അത് ക്ലീൻ ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും പുള്ളിക്കുത്ത് രോഗം വരും. പിന്നെ മണ്ണ് വീഴുന്ന വേറൊരു കാര്യം, നമ്മൾ ഇതിനകത്ത് കളകൾ പറിക്കൽ, ചീര വെച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ആ കളകൾ പറിക്കുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യണം, കളകൾ നേരെ പറിച്ചിട്ട് ഒരു കുടയിൽ, ഈ കുടയിൽ നിന്ന് മണ്ണ് നമ്മൾ പോലും അറിയാതെ ചീരയുടെ ഇലകളിൽ വീഴും. ആ സാധനം ഇരുന്നും ചീരയിൽ പുള്ളിക്കുത്ത് രോഗം വരും. അത് ചീര വെക്കുന്നവർ ഒരു പുള്ളിക്കുത്ത് രോഗം വരുന്നതിൻ്റെ ഒരു 50% പുള്ളിക്കുത്ത് രോഗങ്ങൾ വരുന്നതും നമ്മൾ കളകൾ പറിച്ചിട്ട് മണ്ണ് കുടയുമ്പോഴത്തേക്കും അതിൽ നിന്നാണ് വരുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു വിളവ് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് കയറി വരുന്ന ചീരയ്ക്ക് പുള്ളിക്കുത്ത് രോഗം വരാറുണ്ട്. അത് എന്നാന്ന് വെച്ചാൽ നമ്മൾ ചീരകൾ പറിക്കുമ്പോൾ തന്നെയാലും കുടഞ്ഞു പോകുമ്പോൾ വരുന്ന ഈ മണ്ണ് വീണിട്ട് തന്നെയാണ്. പിന്നെ നമ്മൾ ഒഴിക്കുന്ന വെള്ളം, ശുദ്ധജലം ചീരയുടെ മേളിൽ കൂടി എത്ര നന്നായിട്ട് നനച്ചു കൊടുക്കുന്നോ അത് ചീരകൾക്ക് ഏറ്റവും നല്ലതാണ്. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന വളങ്ങൾ, ഇപ്പോൾ എല്ലാവരും കഞ്ഞിവെള്ളം പുളിപ്പിച്ചും അല്ലെങ്കിൽ വീട്ടിലെ വേസ്റ്റ് അടിച്ച്, ഞാൻ കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിലും ഞാനൊരു വളം ഉണ്ടാക്കി, അങ്ങനെയുള്ള ഒരു വളങ്ങളാണെങ്കിലും ചീരയുടെ ഇലകളിൽ നമ്മൾ ചീരകളിൽ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഇലയിൽ മുട്ടാതെ മാക്സിമം ശ്രദ്ധിച്ച് ഒഴിച്ചു കൊടുത്തില്ല. അതിൻ്റെ ഇലകളിലും എവിടെയെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുള്ളിക്കുത്ത് രോഗം വരുവേ. ചീരയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാണാനൊക്കെ കലക്കിയിട്ട് ഈ ഇടവഴി അടിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ വൈകുന്നേര സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ളം ഒന്ന് തളിച്ചൊക്കെയാണ് ഞങ്ങളെപ്പോലെയുള്ളവരൊക്കെ ചെയ്യുന്നത്. എന്നുവെച്ചാൽ പുള്ളിക്കുത്ത് രോഗം പേടിച്ചിട്ട് തന്നെയാണ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഒരു തരി പോലും താഴ്ത്തി കിടക്കുന്ന മണ്ണ് തെറിച്ച് അതിൻ്റെ ഇലയിൽ വീഴാതിരിക്കാൻ നോക്കുക. അങ്ങനെ ആയാൽ തന്നെ നമുക്ക് പുള്ളിക്കുത്ത് രോഗത്തിൽ നിന്ന് നല്ലൊരു ശതമാനം മാറ്റം വരും. ഇനിയാണെങ്കിലും നിങ്ങൾ ഗ്രോ ബാഗിലാണെങ്കിലും വെക്കുമ്പോഴത്തേക്കും അങ്ങനെയൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇത്തിരി പൊങ്ങിയൊക്കെ അങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും പെട്ടെന്നൊന്നും അത്രയും തെറിച്ചൊന്നും പോകാറില്ല.
ചീരയ്ക്ക്. പിന്നെ ഞാനിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ ഡ്രമ്മിനകത്ത് വെച്ചിരിക്കുന്ന പച്ചക്കറിയാണ്. എനിക്കൊന്നും സുഖമായിട്ട് വന്നിട്ടില്ല കേട്ടോ, ഡ്രമ്മിനകത്ത് വെച്ചിരിക്കുന്ന പച്ചക്കറി തൈകളുടെ മോശമൊന്നും കൊണ്ടൊന്നും അല്ല അങ്ങനെ വരാത്തത്. നമ്മൾ വെച്ചേക്കുന്നതിൽ എന്തോ പ്രശ്നങ്ങൾ കൊണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ മണ്ണ് ഞാൻ വളരെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. പിന്നെ അതിനടിയിൽ ഞാൻ കരിയില ഇട്ടിട്ടില്ല. ചുമ്മാ നമ്മൾ കരിയില കമ്പോസ്റ്റ് ആക്കി വെച്ചിരുന്ന മണ്ണാണ് വെച്ചിരുന്നത്. എന്തോ കാരണം കൊണ്ട് അത് അത്ര നന്നായി പിടിച്ചിട്ടില്ല. പക്ഷേ അതേസമയം നമ്മൾ ഫ്രിഡ്ജ് ബോക്സിനകത്ത് വെച്ചിരിക്കുന്നത് ഈ സെയിം അന്ന് തന്നെ വെച്ച സാധനം ഇത്രയും നന്നായിട്ട് പിടിച്ചപ്പോൾ നമ്മൾ ആ വെച്ചതിൻ്റെ എന്തോ കുഴപ്പങ്ങൾ കൊണ്ട് തന്നെയല്ലേ അത് അങ്ങനെ ഇതായിട്ടിരിക്കുന്നത്. അപ്പോൾ അത് എന്താണെന്നും നോക്കി അതിന് വേണ്ട കാര്യങ്ങൾ ഇനി എനിക്ക് ചെയ്യണം. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴത്തേക്കും അല്ലേ ഇങ്ങനെ വ്യത്യാസങ്ങൾ മനസ്സിലാകുന്നത്. അപ്പം അതെന്താണെന്ന് നോക്കി എനിക്കത് ചെയ്യണം. പിന്നെ ഇത് നമ്മുടെ ചുവന്ന വെണ്ടയാണ്. എനിക്കിനി കുറച്ച് പച്ച വെണ്ടകളും കൂടി പിടിപ്പിക്കണം. ഒരു പച്ച വെണ്ട എൻ്റെ കയ്യിലുള്ളൂ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തമാശയായി കാണണ്ട. മേട 10-ന് ഉള്ളിൽ നമ്മൾ ഈ കുഴിച്ച് വെക്കാനുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ, കപ്പ, ചേന, ചേമ്പ്, മഞ്ഞൾ, ഇഞ്ചി, ചെറുകിഴങ്ങ്, നനകിഴങ്ങ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഈ സമയത്ത് നമ്മൾ കുഴിച്ച് വെക്കാൻ മാക്സിമം ശ്രദ്ധിക്കണേ. ഈ സമയത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രകൃതിയിൽ മറ്റേ കാലാവസ്ഥ നോക്കി ചെയ്യുന്നവർ കേട്ടോ, അത്രയേ ഉള്ളൂ. ടെറസിലൊന്നും വെക്കുന്നവർ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. താഴെയൊക്കെ വെക്കുന്നവർ അത് നോക്കി ചെയ്യണം. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.